കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളിച്ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. കാരണം ഈ ലോകത്തിലെ ഓരോ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുന്നു. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ദൈവഹിതപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്തു. ദൈവഹിതപ്രകാരം ജീവിച്ച അബ്രഹാമിനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്നേഹമുള്ളവരെ, കർത്താവ് പറഞ്ഞതുപോലെ അബ്രഹാം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടു. നാം എത്രമാത്രം നന്മ ചെയ്യുന്നുവോ അത്രമാത്രം നാം വീണ്ടും അനുഗ്രഹിക്കപ്പെടും, പ്രകാശമുള്ള മക്കളായി മാറും. സ്നേഹമുള്ളവരെ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം നമുക്കേവർക്കും നൽകട്ടെ. കർത്താവായ യേശുവിന്റെ പ്രകാശം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുവാനും നാം അനുഗ്രഹിക്കപ്പെടുവാനും ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമുക്ക് പറയാം: കർത്താവേ, അങ്ങാണ് എൻ്റെ ശക്തി, അങ്ങാണ് എൻ്റെ ബലം, എൻ്റെ ജീവനും അവിടുന്ന് തന്നെ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നാഥനേ വരണേ, കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. യേശുവേ നാഥനേ വരണേ. ആമേൻ. കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. സ്നേഹമായി, ശാന്തിയായി, ക്ഷമയായി നിറയണേ. സ്നേഹമായി, ശാന്തിയായി, ക്ഷമയായി നിറയണേ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും, നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും, നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ ആത്മാവും ജീവനും അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. സകല സ്തുതിയും മഹത്വവും യേശുവേ അവിടത്തേക്ക് മാത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയെ,
അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ആത്മാവും ജീവനും നൽകുന്ന നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. എൻ ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. ആമേൻ. സ്തുതിയും ഓ യേശുവേ, മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. ആമേൻ. കർത്താവേ, എൻ്റെ ഹൃദയഭാരങ്ങൾ ഞാനിത് അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വേദനകളെ ഞാനിതാ വിട്ടുതരുന്നു. കർത്താവേ, പ്രതികൂലങ്ങളിൽ എൻ്റെ വിശ്വാസം എടുത്ത് അതിനെതിരെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, അവിടെ നിന്നാണ് എൻ്റെ ശക്തി, എൻ്റെ ബലം. ഞാനിതാ ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഈ ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. എൻ ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി ഞാൻ നീട്ടിടും. ആമേൻ. ഹല്ലേലൂയ. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി ഞാൻ നീട്ടിടുമേ. ആമേൻ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. കർത്താവിൻ്റെ അനുഗ്രഹം
ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്നും അതുവഴി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.